സുപ്രീം കോടതി അഭിഭാഷകൻ ശ്രീ M.R. അഭിലാഷും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ M.R. അഭിലാഷ്, ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഒരു നിലപാടെടുക്കേണ്ടി വരും ഏപ്രിലിൽ എന്നതാണോ ഇപ്പോൾ കോടതിയിൽ നമുക്ക് അറിയാനാകുന്നത്? ഈ 9 അംഗ ബെഞ്ച് പുനഃസംഘടിപ്പിക്കുന്ന തീരുമാനം അറിയിക്കുന്നു, വാദം കേൾക്കുന്നതിനുള്ള വേഗം കൃത്യമായി ചീഫ് ജസ്റ്റിസ് അറിയിക്കുന്നു. എന്താണ് അങ്ങയുടെ ഒരു മനസ്സിലാക്കൽ? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കാൻ അവർ നിർബന്ധിതരാകും. ഏപ്രിൽ 7 മുതൽ ഹിയറിംഗ് തുടങ്ങുകയല്ലേ. മാർച്ച് 14 മുമ്പ് റിട്ടേൺ സബ്മിഷൻസ് ഫയൽ ചെയ്യണം. അപ്പോൾ അവരുടെ നിലപാട് മാറുന്നുണ്ടെങ്കിൽ ഇനി അവർക്ക് മാറ്റുവാനുള്ള ഒരു സാവകാശം ഏതാനും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. അതിനുള്ള അവസരമുണ്ട്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഓരോരുടെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 7 ചോദ്യങ്ങളാണല്ലോ പരിഗണിക്കുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കുന്ന കാര്യം പിന്നീട് ആലോചിക്കാമെന്ന് കൂടി ചീഫ് ജസ്റ്റിസ് പറയുകയാണ്. അപ്പോൾ ഈ 7 ചോദ്യങ്ങളിൽ ശബരിമല എന്ന് എടുത്തു പറയുന്നത് ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ അതിലേക്ക് പോകുന്നില്ല എന്നൊരു വാദവുമുണ്ട്. ഇല്ല, അത് തീർച്ചയായിട്ടും അതിന് ആ പരാമർശം ഇല്ലാതെ വാദം മുൻപോട്ട് പോകുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഈ കേസുകൾ അസച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ശബരിമല എന്നൊരു വിഷയം ആ ചോദ്യമായിട്ട് ഉന്നയിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ശബരിമല ഹർജികളാണ് ഈ ലാർജർ ബെഞ്ച് ഹിയറിംഗിന് ആധാരം എന്നുള്ള സത്യം നമുക്ക് കോസ്റ്റ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് വിസ്മരിക്കാൻ കഴിയില്ല. അപ്പോ ശബരിമലയുടെ വസ്തുതകളെ അധിഷ്ഠിതമാക്കി ആർഗ്യുമെന്റ്സ് ലീഡ് ചെയ്യപ്പെടണമെന്നില്ലെങ്കിൽ കൂടിയും ഇൻവേരിയബിളി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമലയെക്കുറിച്ചുള്ള പരാമർശം വാദങ്ങളുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും വരും. ലാർജർ ബെഞ്ച് പരിഗണിച്ചതിന് ശേഷം ശബരിമല സ്പെസിഫിക് ഹർജികൾ പിന്നീട് റിവ്യൂ പെറ്റീഷൻ തീരുമാനിക്കപ്പെടുന്നുണ്ടാവും. ശബരിമല ഈ 67 പെറ്റീഷൻസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതിനകത്ത് ഭൂരിഭാഗവും ശബരിമല ഹർജികൾ തന്നെയാണല്ലോ. അപ്പൊ ശബരിമലയിലെ വസ്തുതകളെയും തത്വങ്ങളെയും നിരാകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറന്നുകൊണ്ടൊരു ഹിയറിംഗ് ഇതിനകത്ത് സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇന്ന് സോളിസിറ്റർ ജനറൽ റിവ്യൂ പുനഃപരിശോധന ഹർജി അലോ ചെയ്യണമെന്ന് ഉള്ളതാണ് അവരുടെ കാഴ്ചപ്പാടെന്നുള്ളത് സോളിസിറ്റർ ജനറലും പറയുകയുണ്ടായി. അപ്പൊ സംസ്ഥാന സർക്കാരും അവരുടെ കാഴ്ചപ്പാട്, അവരുടെ വാദഗതികൾ ഉന്നയിക്കുവാൻ നിർബന്ധിതരായി തീരും. ഈ 5 മതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമുണ്ട്. അപ്പോൾ ഇതിലൊരു വേഗം എത്രത്തോളം സാധ്യമാണ് പ്രായോഗികമായി? വേഗം മനസ്സിലായില്ല, ഒന്നുകൂടെ ചോദിക്കാം. ഈ 5 മതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ ഈ 7 ചോദ്യങ്ങളിൽ വരുന്നത്. ശബരിമല പ്രധാനമാണ്, അതോടൊപ്പം തന്നെ മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ ഒരു അന്തിമമായ തീരുമാനം ഈ ഏപ്രിൽ അവസാനം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അങ്ങനെ കരുതാനാകുമോ? പിന്നെ തീർച്ചയായിട്ടും. കാരണം ഈ ചോദ്യങ്ങളുടെ ഉത്തരം പറയുമ്പോൾ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് വാദം പറയുന്നവർ ശബരിമല വിഷയത്തിലെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഈ നിയമതത്വങ്ങളെ ഷെയ്പ്പ് ചെയ്യുവാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായിട്ട് അവരുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അവർ വാദം പറയും. ഓൺ ദി അതർ ഹാൻഡ്, ഇപ്പം ദാവൂദി ബോറ കേസിലാണെങ്കിൽ ആ കേസിലെ അഭിഭാഷകർ ആ കേസുകളുടെ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഈ ഇതിനകത്ത തത്വങ്ങളെക്കുറിച്ച് വാദം പറയും. അപ്പം ഈ വസ്തുതാപരമായ വിഷയങ്ങൾ തീർച്ചയായിട്ടും പരാമർശിക്കപ്പെടും. കോടതി നിയമ ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഉത്തരം നൽകുന്നതെങ്കിലും. ശരി, വളരെ നന്ദി ശ്രീ M.R. അഭിലാഷ് പ്രതികരിച്ചതിന്.